നടന്ന് നേരെ ഗുരുവായൂർ ഇറങ്ങി നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. നല്ല വെയിലാണ്, നല്ല വെട്ട വെയിലുണ്ട്. ഉച്ചയായതുകൊണ്ട് ഏകദേശം 1-1:30 അതുകൊണ്ട് നല്ല വെയിലാണ്. വടക്കുന്നാഥിൻ്റെ മുന്നിൽ പോണ വഴിക്ക് നേരെ ഒന്നുകൂടെ കയറിയത്. ഏതായാലും ഗുരുവായൂർ തന്നെയാണല്ലോ, ഇവിടെയും കൂടെ കയറി കണ്ടിട്ടാണ്ട് പോവാ. അതെ, ഇനി ഇവിടുന്ന് നേരെ പാലക്കാടേക്ക് പോകണം. നല്ല വെയിലാണ്. ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ പാലക്കാട്. നമ്മൾ മന്തി കഴിക്കാൻ കയറിയിരിക്കുകയാണ്. നല്ല വിശക്കുണ്ട്. മന്തിയൊക്കെ കഴിച്ചിട്ട് ഹലോ. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിയിട്ട് കുറച്ച് നേരമായി. പാലക്കാട് കയറി കുറച്ച് ദൂരം വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു. ചേട്ടൻ്റെ ചായക്കടയിൽ വിശ്രമത്തിലാണ്. ചായ കുടിച്ചിട്ട് പരിപ്പുവടയും ചായയും കുടിച്ചു. അതെ, നല്ല അടിപൊളി പരിപ്പുവടയും ചായയും കുടിച്ചു. ചൂട് പരിപ്പുവട. യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുക. ബാഗൊക്കെ തോളിലിട്ട് കഷ്ടപ്പെട്ടുണ്ട്. അതെ അതെ, നല്ല വെയിറ്റ്. ചായ കുടിച്ച് നായ്ക്കളുണ്ടല്ലോ, ആളുകൂടെ കിടന്ന്. അയ്യോ, ഇതിനോട് എനിക്ക് ചെറുതായിട്ട് ഇഷ്ടം. ഇതിനോടല്ലേ ഇത് വെള്ള കയ്യൊക്കെ വെച്ച് നോക്കിയത്. കുറെ എണ്ണുണ്ട്. 1 2 3 4 5 നായ്ക്കളുണ്ട്. നല്ല രസമുണ്ട് മൊത്തത്തിലൂടെ. ഒരു ഓല എന്റെ കൂടെ പോരുന്നത് കോഴിക്കോടേക്ക്. ഇതിലെ തന്നെയല്ലേ കളത്തിലേക്ക് പോവാ. വെള്ളം വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. പോട്ടെ. നല്ല രസമുണ്ടല്ലേ. മലയുടെ താഴ്വാരത്തിൽ ആളുണ്ടാവില്ല, അറിയില്ല. 8 മുതൽ 6 വരെ. സമയമായില്ലല്ലോ. പഴയ സെറ്റപ്പാണ്. എൻ്റെ ഫോൺ അതാ. ഇതാണ് കളത്തിൻ്റെ ഉമ്മറത്തന്നെ ഒരു പട്ടിയുണ്ട്. ഇവിടുത്തെ മെയിൻ കാവൽക്കാരനാണ്. സൈഡിലായിട്ട് അതാ ഒരു ഓലക്കെട്ടൊരു കാക്കൂട്ടി. ഞാൻ പറയാ ഒരു വീട് പോലുള്ള സെറ്റപ്പ്. അതിനുള്ളിൽ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. പുതിയ സാധനങ്ങളാണല്ലോ. അവിടെ ഒരു കാളവണ്ടി ഉണ്ട്. പണ്ട് ഓടിച്ചതാവും. പെയിന്റ് ഒക്കെ അടിച്ചൊന്ന് ഉഷാറാക്കി വെച്ച
വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ രസമുണ്ട്. ചൂലും ഉണ്ട്. നല്ല രസമുണ്ടല്ലേ. പാടത്ത് നെല്ലിട്ടിട്ടുള്ളൂ. അവിടെ എന്തോ ഒരു വീടാ. അത് പമ്പ് വെള്ളം കൊടുക്കാൻ. പെരിങ്ങോട്ടുശ്ശേരി കളവും അതിനോട് ചേർന്നുള്ള കൃഷിയിടവും. ഇതാണ് നെല്ല് കൊണ്ടുവയ്ക്കുന്ന സ്ഥലം. ഇപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നെല്ലൊക്കെ ഉണ്ട്. അത് ശരി, ഇവിടെ കൃഷി ചെയ്യണ കണ്ടിട്ട് ഇത് കാട്ടണ്. ഇതെന്താ പിൻഭാഗ? അവിടെ എന്താ ഉള്ളത്? പുളി ഉണ്ടോ നോക്കി. പുളിയോ? പുളി ഉണ്ട്, പക്ഷെ മുകളിലേക്കൊന്നും ഇവിടെ ഒന്നും ഇല്ല. ആ പാടത്തേക്ക് വീണുണ്ട്. ഓ നുണഞ്ഞു വരല്ലോ ഈശ്വര. രണ്ടെണ്ണം ഇവിടെ ഉണ്ടെങ്കിൽ എത്ര ഭംഗി. ഇത് പറഞ്ഞ് തരാൻ പറ്റൂല. ഇവിടെ വന്നിട്ടൊരു എക്സ്പീരിയൻസ് തന്നെ വേണം. സത്യം. പച്ച പാടം, അതിൻ്റെ അപ്പുറത്ത് തെങ്ങ്, മാവ്, അതിൻ്റെ അപ്പുറത്തായിട്ട് മല. മലേൻ്റെ മേലെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴുകിയിട്ടുണ്ട്. അതൊക്കെ കാണണം. അല്ലാണ്ട് പറഞ്ഞാൽ വരണ്ട. ഞാൻ എന്തൊരു ഭംഗിയാണ് കാണാൻ. പഴയ പാടവരമ്പും നെല്ലും അപ്പുറത്ത് മലയും. ഇന്ന് പൊതുവേ വെയിൽ കുറവാണ്. മല അങ്ങനെ വന്നിട്ട് നല്ല രസമുണ്ടല്ലേ. ഓ അതാ കൊക്ക് പാറിപ്പോണതാ. എന്തൊരു ഭംഗിയാ. ഈ കൊക്കുണ്ട്. ആ മയിലത് അവിടെ ഇതിൽ കാണൂല. അവിടെ മയിലുണ്ട്, ഇതിൽ കിട്ടൂല. ഈ പിന്നെ പാലക്കാട് ഭയങ്കര രസമുണ്ട് കാണാൻ. അതെല്ലാവർക്കും അറിയാം, നല്ല രസമുള്ള സ്ഥലമാണ് പാലക്കാട്. അങ്ങനല്ലേ, ഇവിടുത്തെ ഓരോരോ ഇത് കാണുമ്പല്ലേ ഭയങ്കര എന്താ പറയാ, പഴയതിലേക്ക് പോണ്. കുറെ വയസ്സായിട്ടല്ല, പക്ഷെ എന്നാലും നമ്മള് പണ്ടത്തെ പഴയ വീട്, ഓല വീട്, നല്ല കുട്ടി കുട്ടി വീടുകൾ ഒക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്ത് പഴയ ഓർമ്മയിലേക്കൊക്കെ പോകുന്ന പോലെ നല്ല രസമുണ്ട്. അതെ, ഇന്ന് ഏകദേശം വൈകുന്നേരം ആയിപ്പോയിട്ടുണ്ട്. കുറച്ചും കൂടി നേരത്തെയാണ്, അല്ലെങ്കിൽ നാളെ രാവിലേക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ചെറിയ വീടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മളെ കോഴിക്കോട് ഭാഗത്തൊന്നും ഉണ്ടാവും കേട്ടോ, നമ്മൾ കണ്ടില്ല ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം. എന്താ പറയാ, പ്രകൃതി ഇങ്ങോട്ട് പൂത്തുലഞ്ഞ് നിൽക്കണില്ലേ. അത് ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിങ്ങനെ നിറയണ് കാഴ്ചേനെ കൊണ്ട്. ഭയങ്കര രസമുണ്ട്. അതും ഈ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇങ്ങനെ എന്താ പറയാ, മൊത്തത്തിൽ നമ്മളങ്ങോട്ട് നിറയ്ക്കണ ഒരു കിളീന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.